എന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38 സങ്കീർത്തനം 4 വാക്യം. എൻ്റെ അകത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. തെറ്റുമൂലമുണ്ടാകുന്ന ഭാരമേറിയ കുറ്റബോധത്തെയും ദുരിതത്തെയും ഈ വാക്യം വിവരിക്കുന്നു. പാപം ഏറ്റുപറയാതെയും അനുദപിക്കാതെയും വരുമ്പോൾ നമ്മെ അതിൻ്റെ ഭാരം തളർത്തിക്കളയും. നമ്മുടെ ഹൃദയം ഭാരമുള്ളതായി തോന്നുമ്പോൾ ആ ഭാരം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ആയിരിക്കില്ല, മറിച്ച് പരിഹരിക്കപ്പെടാത്ത പാപത്തിൽ നിന്നായിരിക്കണം. നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്ന് പറയുന്ന ലോകത്തിൽ ദാവീദ് പറയുന്നു, എനിക്ക് കഴിയില്ല കർത്താവേ, ഈ ചുമട് എനിക്ക് വളരെ കൂടുതലാണ്. ഈ ചിന്തയോടെ നമ്മുടെ കുറവുകളെ നാം ഏറ്റുപറയുമ്പോഴാണ് അനുതാപത്തിന് ശക്തി ആരംഭിക്കുന്നത്. കുറ്റബോധം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് പകരം ദൈവത്തെങ്കിലേക്ക് നയിക്കുമ്പോൾ അത് ദൈവിക കൃപയായി രൂപപ്പെടും. പ്രിയ സ്നേഹിതരെ, ക്രൂശിൽ ക്രിസ്തു നമ്മുടെ അകത്യത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുത്തു. നമുക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരം അവൻ നമുക്ക് വേണ്ടി വഹിച്ചു. ക്രിസ്തുവിൽ നമ്മുടെ പാപത്തിൻ്റെ ഭാരമേറിയ ഭാരം നീക്കപ്പെട്ടു. ക്ഷീണിതരും ഭാരമുള്ളവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള ശബ്ദം കേട്ട് അവൻ്റെ തൃപ്പാദത്തിലേക്ക് നമ്മുടെ ഭാരങ്ങളുമായി നമുക്കടുത്തു വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ ഭാണ്ഡങ്ങളുമായി നിന്നിൽ അഭയം കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.